വള്ളംകളി ജീവിത വ്രതമാക്കി മാറ്റിയ വള്ളംകളിക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ് ഇന്ന് കഥ പറയാൻ നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. കുമ്മനം അഷ്റഫ്. അദ്ദേഹത്തിൻ്റെ ജീവിത കഥകളും അദ്ദേഹം നേരിട്ട് പങ്കെടുത്ത വള്ളംകളികളുടെ വിശേഷങ്ങളും എല്ലാം നമ്മോട് പങ്കുവയ്ക്കുകയാണ്. സ്വാഗതം. നമസ്കാരം. കളിവള്ളങ്ങളിലേക്കുള്ള ഒരു 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 ആകർഷണം എന്നാ ഉണ്ടായത്? എനിക്ക് ഓർമ്മ വെച്ച കാരണം എൻ്റെ പിതാവ് ഒരു വള്ളംകളിക്കാരായിരുന്നു. ഞങ്ങൾ കോട്ടയം താഴത്തങ്ങാടി വള്ളംകളി സ്റ്റാർട്ടിംഗ് പോലെയാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ വാപ്പ ഇങ്ങനെ വള്ളം കളിക്കുന്നത് ചെറുപ്പം തൊട്ട് ഇങ്ങനെ കണ്ടു പഠിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ വന്ന് വാപ്പ കൊണ്ടുവന്ന വള്ളത്തെ ഒരു 8 വയസ്സൊക്കെ ഉള്ളപ്പം വള്ളത്തെ പോയി കയറാൻ പോകും. ഇത് ഏതുതരം വള്ളമായിരുന്നത്? അന്ന് ചുള്ളം വള്ളമാണ്. ചുള്ളം വള്ളങ്ങളാണ്. 21 പേര് ചുള്ളം വള്ളങ്ങളാണ്. 21 പേര് മത്സരിക്കുന്ന തുഴച്ചിക്കാർ 21ഉം 2 അമരക്കാരും. അതല്ല, അപ്പം അത് ഒരുപാട് വള്ളങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം പ്രശസ്ത വള്ളത്തെ താമരപ്പള്ളി എന്നുള്ള വള്ളത്തെ വാപ്പ അമരത്ത് നിൽക്കുമ്പോൾ ഞാൻ പോയി കയറാൻ ചെന്നപ്പോൾ എന്നെ ഇറക്കി വിട്ടു. പിറ്റേ വർഷം 8 വയസ്സുള്ളപ്പം. അപ്പോൾ ഈ വള്ളങ്ങളിൽ നിന്നും അതുപോലെ ആവേശമാണ്. ഇങ്ങനെ വള്ളത്തിൻ്റെ പുറകെ ഓടുക, പിന്നെ നടക്കുക. ആദ്യമായിട്ടൊരു വള്ളത്തിൽ കയറുന്നത് എപ്പോഴാണ്? ആദ്യം 10 വയസ്സുള്ളപ്പം. 10 വയസ്സുള്ളപ്പം വാപ്പ വന്ന വള്ളത്തെ വെള്ളം കോരിക്കാരനായി കയറി. ഈ വെള്ളം കോരുകാരൻ്റെ ജോലി എന്താ? വെള്ളംകാരെന്ന് പറഞ്ഞാൽ വെള്ളം കോരി കളയുക. വള്ളത്തിനകത്ത് വരുന്ന വെള്ളം പടി അടിയിൽ നിന്ന് വെള്ളം കയറും ഒരു വള്ളത്തെ. അപ്പോൾ തന്നെ തലേ വർഷം വാപ്പാടെ വള്ളം വെള്ളം കയറി മുങ്ങിപ്പോയി. അപ്പോൾ ഈ ഓർമ്മയ്ക്ക് ഞാൻ വെള്ളം കയറിയാൽ ജയിക്കുമെന്നുള്ള കാരണം പോയി ബലമായിട്ട് കയറി. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇത് മത്സരത്തിന് പോകുമ്പോഴാണ്? മത്സരത്തിന് പോകുമ്പോൾ അങ്ങനെ എല്ലാ വള്ളത്തിലും വെള്ളം കോരാൻ ഒരാളുണ്ടാവുമോ? ഇല്ല, മിക്ക വള്ളത്തിലും ഉണ്ട്. ചെറുവള്ളത്തിൽ ആൾ വെള്ളം കയറിയെങ്കിലേ ജയിക്കുള്ളൂ. അല്ലെങ്കിൽ വെള്ളം ഈ വെള്ളം കയറുന്നാൽ വെള്ളം തേങ്ങും. അപ്പം വെള്ളം സ്പീഡ് കുറയും. അതായത് ഓരോ ഈ തുഴയുമ്പോഴാണോ വെള്ളം ഇതിനകത്തോട്ട് തുഴയുമ്പം കയറും, ഓളം കൊണ്ട് കയറും. അങ്ങനെയൊക്കെ കൊച്ചുവെള്ളമല്ലേ, ബില്ലും വെള്ളമായിട്ട് ഒരുപോലെ നിൽക്കുക. അപ്പോൾ ഒരാളെ എപ്പോഴും വെള്ളം കോരാൻ ഈ വള്ളത്തിനകത്തുണ്ടാവും. അല്ലെങ്കിൽ താളത്തിൽ നിൽക്കുന്ന ആൾ വെള്ളം കോരി കളഞ്ഞുകൊണ്ടിരിക്കും ഇടയ്ക്ക്. ശരി. അത്രയ്ക്കും ചെറിയ വെള്ളമാണെങ്കിൽ താളത്തിൽ നിൽക്കുന്ന ആളുണ്ടല്ലോ, താളം കൊടുക്കുകയും ചെയ്യും, വെള്ളം കോരി കളയുകയും ചെയ്യും. അതൊക്കെ ഓരോരുത്തർ കഴിവാണ്. വെള്ളം കോരി കളയാൻ വേണ്ടിയിട്ട് കയറി ഇരുന്നപ്പം പിതാവ് പറഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞു. അപ്പം പിതാവിൻ്റെ കൂടെ നിൽക്കുന്ന പിതാവിൻ്റെ ഉറ്റ സുഹൃത്താണ് രാഘവൻ എന്ന് പറഞ്ഞ ആള്. അദ്ദേഹം പറഞ്ഞു അവനോട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം രാഘവൻ ചേട്ടൻ്റെ അനുഗ്രഹത്തോടുകൂടി വെള്ളം കോരുക, ആ മത്സരം ജയിക്കുക. ശരി. അപ്പം വെള്ളം കോരലുകാരനായിട്ടാണ് 10 വയസ്സിൽ വള്ളത്തിനകത്ത് കയറുന്നത്. ആ വള്ളം ജയിക്കുന്നു. ആ മത്സരത്തിൽ ആ വള്ളം ജയിച്ചു. അത് ഏത് മത്സരമായിരുന്നു? അത് താഴത്തങ്ങാടി കോട്ടയത്ത് മത്സരം. താഴത്തങ്ങാടി മത്സരം, താമരപ്പള്ളി വള്ളം ജയിച്ചു കഴിഞ്ഞപ്പം പിന്നെ അനുഗ്രഹം കിട്ടിയല്ലോ. പിന്നെ പിറ്റേ വർഷം കളിവള്ളത്തെ കയറാൻ വേണ്ടി തീരുമാനിച്ചപ്പം വള്ളം കിട്ടിയില്ല. വള്ളം കിട്ടാൻ ഇവിടുന്ന് ആർക്ക്? നിങ്ങളുടെ ടീമിനോ? അല്ല, എനിക്ക് വാപ്പാക്കൊക്കെ വള്ളം കിട്ടി, എനിക്ക് വള്ളം കിട്ടില്ലല്ലോ കയറാൻ. അല്ല, വാപ്പയുടെ വെള്ളത്തിൽ ഇത്തവണ വെള്ളം കോരാൻ കയറ്റിയില്ല. ഇറക്കി. അപ്പോൾ വേറെ കളിക്ക് അപ്പം ഈ അടുത്തടുത്ത ഉള്ള വള്ളങ്ങളുണ്ടല്ലോ, അപ്പോൾ ആ വള്ളത്തെ പോയി തുഴച്ചിക്കാനായിട്ട് കയറി. അവിടെ അടുത്തടുത്തെന്ന് പറയുന്നത് തൊട്ടടുത്ത തന്നെ അന്ന് എല്ലാ സ്ഥലങ്ങളിലും ഒരു 2-3 വള്ളങ്ങളുണ്ട്. കോട്ടയത്ത് അന്നൊക്കെ എത്ര വള്ളങ്ങളുണ്ട്? കോട്ടയത്ത് വള്ളങ്ങളിൽ ഏറ്റവും കൂടുതൽ വള്ളങ്ങളുണ്ട് കോട്ടയത്തായിരുന്നു. അത് ശരി. ഒരു വീട്ടിൽ തന്നെ 16 വള്ളമുള്ള വീടുണ്ടായിരുന്നു. എല്ലാം ചുരുളം വള്ളമായിരുന്നു? അല്ല, പല വള്ളങ്ങൾ. ചുള്ളം വെള്ളവും വെപ്പുവെള്ളവും. വെപ്പുവെള്ളങ്ങൾ തന്നെ. മതിവെള്ളം എന്ന് പറഞ്ഞ വള്ളം അവസാനം എന്തായിരുന്നു ആ വള്ളം. ഈ ആശാരി മതി മുതലാളി എന്ന് പറഞ്ഞ് നിർത്തിയതാണ്. ആയിരവേലി എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിൽ 16 വള്ളം ഉണ്ടായിരുന്നു. പുന്നശ്ശേരി എന്ന് പറഞ്ഞ വീട്ടിൽ 4 വള്ളം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ താഴത്തങ്ങാടി പരിസരത്ത്. കോട്ടയത്തെ കളിവള്ളങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കോട്ടയം ഭാഗത്തായിരുന്നു. അതായിരുന്നു. ഇപ്പൊ അത് എല്ലാം ഇപ്പൊ ഈ 16 വള്ളവും പോയി, ഈ മറ്റേ പുന്നശ്ശേരി 4 വള്ളവും പോയി, മറ്റിത്ര പോയി, നാലാത്ര പോയി, എല്ലാം പോയി. ശരി. അതാണ് ഇപ്പൊ കുട്ടനാടൻ പ്രദേശത്തെ ഉള്ളൂ തോന്നുന്നു. കുട്ടനാടൻ പ്രദേശത്തും കോട്ടയത്ത് ചിറകേശി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കാരണവരായിരുന്നു. അദ്ദേഹത്തിന് വെള്ളം ഉണ്ടായിരുന്നു. ഒന്നാം വലിയ വെള്ളമായിരുന്നു. ശരി. പക്ഷെ അതെല്ലാം പോയി, നശിച്ചു പോയി. എന്താണ് ഈ കോട്ടയത്ത് ഈ വള്ളംകളിയോട് താല്പര്യം ഇല്ലാതാകാൻ കാര്യം? താല്പര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് വള്ളങ്ങളോട് താല്പര്യമുണ്ട്, എൻ്റെ മക്കൾക്ക് താല്പര്യമില്ലെങ്കിൽ. പക്ഷേ കുട്ടനാട്ടിലെ ഈ നെഹ്റു ട്രോഫിക്കും മറ്റും പോകുന്ന വള്ളങ്ങളെല്ലാം ഇപ്പോഴും ബോട്ട് ക്ലബ്ബുകളൊക്കെ സജീവമായിട്ടുണ്ടല്ലോ. ബോട്ട് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ കുട്ടനാട് പുറത്തെന്ന് പറഞ്ഞാൽ കരക്കാത്ത വള്ളങ്ങളാണ്, വ്യക്തികളുടെ അല്ല. വ്യക്തികളുടെ വള്ളത്തിന് പ്രാധാന്യം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. വ്യക്തികളെ ഉണ്ടാക്കിയാലും ശരി. കോട്ടയത്തുണ്ടായിരുന്ന മുഴുവൻ വ്യക്തികളുടെ വള്ളങ്ങളായിരുന്നു. വ്യക്തികളുടെ വള്ളം ചെറുവള്ളങ്ങളായിരുന്നു. ചുണ്ടൻവള്ളമായിരുന്നു. ചുണ്ടൻവള്ളം കോട്ടയത്തുണ്ടായിരുന്ന ആദ്യമുള്ള കല്ലൂപ്പറമ്പനാണ്. അതൊരു പള്ളിയോടെ മേടിച്ച് ചുണ്ടൻവള്ളം ആക്കിയതായിരുന്നു. അത് 1969 70 മത്സരിക്കുന്ന ആദ്യം. ആ 70 ഈ മത്സരം കാണാനാണ് ഞാൻ ആലപ്പുഴ ആദ്യം പോകുന്നത്. ശരി. അതേത് മത്സരമായിരുന്നു? 1970 നെഹ്റു ട്രോഫിക്ക് അത് ആദ്യം മത്സരിക്കാൻ ഈ വള്ളം നമ്മുടെ നാട്ടിലെ വള്ളം നമുക്ക് വള്ളം വേണ്ട സമയത്ത് ഞാൻ ഇടയ്ക്ക് പോയി കാണുന്ന വള്ളം ഒന്ന് മത്സരിക്കുന്ന കാണണമെന്ന് ഓർത്ത് ഹനുമാൻ വള്ളം എന്ന് പറയുന്ന വള്ളത്തെ ഞാൻ തുഴച്ചിക്കാനായിട്ട് പോവുക. അങ്ങനെയാണ് നെഹ്റു ട്രോഫി. ഹനുമാൻ വള്ളം, ചെമ്പിലുള്ള ഹനുമാൻ. ആ വള്ളത്തിലെ ഇരുട്ടൂത്തി വള്ളം, ഇരുട്ടൂത്തി ഓടി വള്ളം, അത് പ്രശസ്ത വള്ളമായിരുന്നു ഹനുമാൻ.
അപ്പോൾ അത് അങ്ങോട്ട് അപ്പം ഇന്ന് ചെല്ലുകയാണെങ്കിൽ ആര് വേണമെങ്കിലും എന്നെ തൊഴിക്കാൻ കയറ്റും. ചെല്ലാൻ വേണ്ടി ആൾക്കാർ കാത്തിരിക്കുക, ഞാൻ ചെന്നാൽ മതിയെന്ന്. ആ രീതിയിലുള്ള 69 ആയപ്പോഴത്തേക്ക് അത്രയും എക്സ്പെർട്ടായി. അത് അതിന് മുമ്പ് സ്കൂളിന് വെള്ളം ഉണ്ടായിരുന്നു. ഏത് സ്കൂളിൽ പഠിക്കുമ്പോൾ? ഏത് സ്കൂളിൻ്റെ? നമ്മുടെ കോട്ടയത്തും പിന്നെ ആലപ്പുഴയും വെള്ളം സ്കൂളുകൾക്കെല്ലാം മത്സര വള്ളംകളി ഉണ്ടായിരുന്നു. സ്കൂളുകൾ തമ്മിലുള്ള മത്സരം ഉണ്ടായിരുന്നു പഴയ കാലത്ത് സ്കൂൾ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ തുഴച്ചിക്കാർ കുറഞ്ഞു പോയത്. ശരി, അതിൻ്റെ കഥ എനിക്കറിയില്ല, പലർക്കും ഇത് കേൾക്കുന്ന ആളുകൾക്കും അറിവുണ്ടാവില്ല. LP സ്കൂൾ കഴിഞ്ഞ് UP സ്കൂളിൽ ജയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഈ വള്ളംകളിയോട് താല്പര്യം കൂടെ ഞാൻ ജയിച്ചിരിക്കുന്നത്. അതായത് എല്ലാ കോട്ടയത്തെ എത്ര സ്കൂളുകൾക്കുണ്ടായിരുന്നു? കൊടമാലൂർ സ്കൂള്, CMS കോളേജ്, പിന്നെ SNDP സ്കൂൾ കിളിരൂര്, SKM ദേവസ്വം കുമരകം, KE കോളേജ് മാന്നാനം, സെന്റ് ജോസഫ് കോളേജ് എടത്വ, പിന്നെ സെന്റ് മേരീസ് ഹൈസ്കൂള് കൈനേരി, ഇങ്ങനെയുള്ള കേരളത്തിലുള്ള വള്ളങ്ങൾ നടക്കുന്ന ഈ കോട്ടയം ആലപ്പുഴ ജില്ലകളിലുള്ള എല്ലാ സ്കൂളുകൾക്കും വള്ളം ഉണ്ടായിരുന്നു. ശരി, അത് കുട്ടികൾ ഹൈസ്കൂളിലെ കുട്ടികളാണ്? കോളേജും തമ്മിൽ മത്സരം, ഹൈസ്കൂളും തമ്മിൽ മത്സരം. ശരി. അപ്പോൾ ഈ ഒരു സ്കൂളിൽ വള്ളം ഇല്ലെങ്കിൽ എന്നെ ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അടുത്ത സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ കത്ത് കൊടുത്ത് എന്നെ അങ്ങോട്ട് വിടും. ശരി. അപ്പോൾ അന്ന് സെന്റ് മേരി എന്ന് പറഞ്ഞ വള്ളത്തിലാണ് ഞങ്ങൾ തുഴയുന്നത്. ശരി. ആ സെന്റ് മേരി വള്ളം അവസാനം അതിൻ്റെ ഉടമയ്ക്ക് താല്പര്യം കൊണ്ട് എനിക്ക് 1000 രൂപയ്ക്ക് വള്ളം വിലക്ക് തരിക. ഇതൊക്കെ ഏത് കാലഘട്ടത്തിലാണ്? അത് 1975, 74 കാലഘട്ടത്തിലാണ്. അന്ന് ഈ ഫാദറിന് എന്തായിരുന്നു ആ സമയത്തൊക്കെ ജോലി? ഒരു ഫാദറിന് തടി അന്ന് ലോറി അല്ലല്ലോ, തടി ചെങ്ങാടത്തെ ഇങ്ങനെ തടി ലോഡുകൾ ഇങ്ങനെ പറമ്പിൽ തടി വാപ്പ കോൺട്രാക്റ്റ് ആയിരുന്നു. ചെങ്ങാടത്തെ കെട്ടിയിട്ട് കൊച്ചിയിലോട്ടും കൊല്ലത്തോടും ഒക്കെ ചെങ്ങാടം കിട്ടുന്ന പരിപാടിയായിരുന്നു. വേമ്പനാട്ട് കായലിൽ കൂടെ അത് പിന്നെ ബോട്ടൊന്നും ഇല്ല, അന്ന് ഊന്നിയാണ് പോകുന്നത്. ഇറക്കത്തിന് പിന്നെ ഊന്നിപ്പോവും, ഏറ്റത്തിന് കെട്ടിയിടും. ശരി. അപ്പോൾ കൊല്ലത്തേക്കും എറണാകുളത്തേക്കും അത് ഏത് ഭാഗത്തു നിന്നാണ് തടി കൂടുതൽ കൊണ്ടുപോകും? തടി പോകുന്നത് കോട്ടയത്ത് നിന്ന്, പിന്നെ നിറണത്ത് നിറണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ബിയറും ഡിപ്പോ. അതായത് പത്തനംതിട്ട കോട്ടയം ജില്ലയുടെ കിഴക്കൻ ഭാഗത്തു നിന്ന് വരുന്ന തടി മുഴുവൻ ലോഡ് ചെങ്ങാടം കെട്ടിയിട്ട് എറണാകുളം സൈഡോട്ടും കൊല്ലത്തോട്ടും പോകുന്നത് ചെങ്ങാടമായിട്ട്. അതിങ്ങനെ ഒരു ചെങ്ങാടത്തിന് ഒരു വള്ളം നീളമൊക്കെ വരും. അതിന് വളവരെയും വെച്ച് വള്ളത്തിനകത്താണ് ഫുഡൊക്കെ ഉണ്ടാക്കി. അതിന് 5-8 ജോലിക്കാർ കാണും. ആ കൂടെ പോയിട്ടുണ്ടോ? ആ കൂടെ ഞാൻ പോയിട്ടുണ്ട്. പോയിട്ട് പറഞ്ഞാൽ ചെങ്ങാടത്തെ പോയിട്ടില്ല, വള്ളത്തെ പോയിട്ടുണ്ട് കൊച്ചിക്ക്. കേരളത്തിലെ വള്ളത്തെ ഈ ആറ്റിൽ കൂടെയുള്ള നദിയിലും കായലിൽ കൂടെ ഉള്ള എല്ലാ വഴിയോടെ എനിക്ക് കാണാപ്പാടാം. അത് ശരി. അപ്പോൾ ഈ ഫാദർ ഈ ചങ്ങാടം ഈ പറഞ്ഞ ചങ്ങാടമായിട്ട് പോകുമ്പോൾ ആലപ്പുഴയൊക്കെ അല്ല കോട്ടയത്തു നിന്ന് എറണാകുളത്തൊക്കെ എത്താൻ, കൊച്ചിയിലൊക്കെ എത്താൻ എത്ര സമയം എടുക്കും? ഒരു 15 ദിവസമൊക്കെ എടുക്കും. അത്രയും സമയം എടുക്കും? ഇത് ഇറക്കത്തിനില്ലേ, അങ്ങോട്ട് ഇറക്കം വലിവുള്ള സമയത്ത് തനിഞ്ഞങ്ങനെ പോകുള്ളൂ, ഏറ്റവും കെട്ടി കിടക്കുള്ളൂ. ഇന്നത്തെ പോലെ ബോട്ട് ഇടയ്ക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അത് തക്കം എന്ന് പറയും, തക്കം കിട്ടുന്ന സമയത്താണ് പോകുന്നത്. അങ്ങനെ കൊച്ചി ചെന്ന് പിന്നെ തിരിച്ചിങ്ങോട്ട് പാകട്ടി ഓടിച്ച് ഈ വള്ളങ്ങൾ ഞങ്ങൾ കൂട്ടിക്കെട്ടി പാകട്ടി ഓടിച്ച് പോരും. ഓടുപാകട്ടി ഓടിച്ച് പോരും, ഇങ്ങോട്ട് പോരും. അങ്ങനെ തിരിച്ച് ഓടുപാകട്ടി ഓടിച്ച് പോകുന്നിടത്ത് ഞാൻ പോയിട്ടുണ്ട്, കയറി പോരും. അന്നത്തെ ഈ വള്ളം, ഈ കെട്ടുവള്ളങ്ങളുണ്ടല്ലോ അന്ന് അല്ലേ, അതിലൊക്കെ പോയിട്ടുണ്ടോ? കെട്ടുവള്ളത്തിലാണ് പോയിരിക്കുന്നത്. അത് ശരി. ഈ കെട്ടുവള്ളത്തിനകത്ത് ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യവും വളവരുണ്ട്. മേക്കൂര ഇങ്ങനെ വളർത്തി അതിന് ഓല കെട്ടിയിട്ട് വള പനമൊക്കെ വെച്ചിട്ട് ഓല കെട്ടിയിട്ട് അതിനകത്ത് കിടക്കുന്നതൊക്കെ. അതിനകത്ത് ഈ അടുപ്പുണ്ടാക്കിയിട്ടു അതിനകത്ത് കത്തിച്ച് ഭക്ഷണം മീൻ കായലിൽ മീൻ പിടിക്കുന്ന ചൂണ്ടായിട്ട് മീൻ പിടിക്കും. പിന്നെ വള്ളക്കാരുടെ മീൻ വരുന്ന മീനൊക്കെ ഈ ചെങ്ങാണ്ടത്തെ ഭക്ഷണം നല്ല രുചികരമായ ഭക്ഷണമാണ്. അത് ഇതേ സാധനം എന്തുകൊണ്ടാ വീട്ടിലുണ്ടാക്കാൻ മേലാത്തെ? അത് പ്രത്യേക ഭക്ഷണമാണ്. ഈ ചെങ്ങാടത്തിലെ ഭക്ഷണത്തിന് പ്രത്യേക അരിയൊക്കെ കൊണ്ടുപോകും, അരിയെല്ലാം കൊണ്ടുപോകും. അരിയും പരിപ്പ് സാധനങ്ങൾ വെളിച്ചെണ്ണ എല്ലാം സ്റ്റോക്ക് ചെയ്താ പോകുന്നത്. ശരി. ഇത് ആലപ്പുഴയ്ക്കൊക്കെ ആണെങ്കിൽ 2-3 ദിവസം കൊണ്ട് ആലപ്പുഴ ചെല്ലും. 3 ദിവസം എടുക്കും ആലപ്പുഴ, കോട്ടയത്ത് 3 ദിവസം മതി. പക്ഷേ കൊല്ലം എറണാകുളം കൊച്ചി പോകുന്ന ഏറ്റവും കൂടുതൽ. കൊച്ചിയിലൊക്കെ പോകുന്ന തക്കം നോക്കി മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പം ഈ പഠിത്തം കഴിഞ്ഞ് പിന്നെ ഏത് തൊഴിലിലേക്കാണ് പിന്നെ ഇറങ്ങുന്നത്? എനിക്ക് ഈ പിന്നെ വള്ളത്തെ കച്ചവടം, സ്റ്റീല്, അലൂമിനിയം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വള്ളത്തെ കുടികളിൽ കൂടെ കായലിൽ കൂടെ തോടുകളിൽ കൂടെ കച്ചവടം. അത് വള്ളം പോകുന്നത് ഈ കണ്ണെഴുതി പൊട്ടുന്നിട്ടെന്ന് പറഞ്ഞ സിനിമയില് അബ്ബാസിന്റെ ഒരു റോളുണ്ട് അല്ലേ? അബ്ബാസ് വളയൊക്കെ ആയിട്ടാണ് എല്ലാം കോഴിമുട്ട ഇങ്ങോട്ട് വരും, സാധനം അങ്ങോട്ട് കൊടുക്കും. നെല്ല് വരും, സാധനം കൊടുക്കും. ഇത് കുട്ടനാട്ടിലായിരുന്നോ പ്രധാനമായിട്ട്? നമ്മുടെ ഈ വൈക്കം ഈ സൈഡിൽ എല്ലായിടത്തും എൻ്റെ വള്ളങ്ങൾ പോകുന്നത് വള്ളംകളിക്കാരും വള്ളമുള്ള ഭാഗത്തോട്ടേ പോകുള്ളായിരുന്നു. വള്ളംകളി അങ്ങനെ ഈ വള്ളംകളിക്കാരായിട്ട് ബന്ധം. ഈ കച്ചവടമല്ല എൻ്റെ ലക്ഷ്യം. എനിക്ക് ബന്ധം വള്ളംകളി കഴിയുമ്പോൾ ആ ടീം ജയിച്ച ടീം ഏതാണ് ആ സ്ഥലത്തോട് ഈ വള്ളം പോകും. എന്നിട്ട് അവരുമായിട്ട് ചെങ്ങാത്തം പിടിക്കും. അതായത് നമ്മുടെ കച്ചവടം നടക്കുമോ? കച്ചവടം നടക്കും. അവിടെ പോയി 3-4 ദിവസം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുള്ളൂ. ശരി. അപ്പോൾ ഈ കുട്ടനാടൻ പ്രദേശം മുഴുവൻ കറങ്ങിയിട്ടുണ്ട് ഈ വള്ളം? കുട്ടനാട് എല്ലാവരും ഇടത്തുവായിക്കൊക്കെ കൊച്ചുവള്ളത്തെ പോകുന്ന പറഞ്ഞാൽ മിന്നൽ പോലെ പോയി വരും. വൈക്കത്തുനിന്ന് എനിക്ക് 4 മണിക്കൂർ മതി ഒറ്റയ്ക്ക് വള്ളത്തെ തുറഞ്ഞ് വീട്ടിൽ വരെ.
വീട്ടിൽ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ കുമ്മനത്ത് വരാൻ കറക്റ്റ് 4 മണിക്കൂറാണ് വൈക്കുന്നത്. അത് ശരി. അങ്ങനെ ഈ വൈക്കം എന്നുള്ള സ്ഥലത്തുമായിട്ടൊരു ബന്ധം, വള്ളത്തെ കച്ചവടത്തിന് പോയാൽ ബന്ധം വരുന്നത്. അപ്പോൾ ഈ വള്ളത്തിൽ എന്തൊക്കെ ഉണ്ടാവും? ഈ പാത്രങ്ങളാണോ? പാത്രങ്ങളുണ്ട്, ഇപ്പോൾ പറഞ്ഞ പോലെ റിബൺ വള്ളം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓ ശരി. വീട്ടുപകരണങ്ങളുണ്ടാവും, സ്റ്റീൽ പാത്രങ്ങൾ, അലോമിനിയം സ്റ്റീൽ പാത്രം. പിന്നെ ആദ്യം അലോമിനിയായിരുന്നു. അതായത് ഒരു സ്റ്റേഷനറി കട, അരിപ്പ, ഈ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതായത് പെണ്ണുങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടാവും. അന്ന് ഈ കച്ചവടമായിരുന്നു വരുന്നത്. ഇന്നിപ്പോൾ ഈ കച്ചവടമല്ല, എല്ലാവരും സൂപ്പർ മാർക്കറ്റിലേ പോകുന്നത്. ഇന്ന് ഈ വള്ളം വരാൻ കാത്തിരിക്കും ഓരോ ദിവസവും. എന്നിട്ടിപ്പം ഇന്നിപ്പം 100 രൂപ സാധനം മേടിച്ചാൽ 100 രൂപ ഇല്ല, അന്ന് 10-12 രൂപയുടെ സാധനം. 100 രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. അപ്പോൾ ഈ 10-13 സാധനം മേടിച്ചാൽ 1 രൂപ 50 രൂപ പൈസയൊക്കെ തരുവുള്ളൂ, 8 തരുവുള്ളൂ. ബാക്കി കടവാ. അപ്പോൾ ഈ നമുക്ക് മുതലാദ്യം കിട്ടും, ബാക്കി ലാഭമായി കിടക്കുന്നത്. വ്യാപാരം പിന്നെ എടുക്കാൻ വീണ്ടും പോകണം, പിന്നെ എടുക്കാം, പിന്നെ അടുത്ത സെയിലില്ലേ. അതാണ് എൻ്റെ ഉദ്ദേശം. അത് എത്ര കാലം അങ്ങനെ കച്ചവടമായിട്ട്? അതൊരു 5-6 വർഷത്തോളം അങ്ങനെ സ്ഥിരം കച്ചവടമായിരുന്നു. അത് ഏത് വർഷം വരെയൊക്കെ പോയിട്ടുണ്ടാവും? അത് 1970 വരെ, 70-72 വരെയൊക്കെ അങ്ങനെ പോയി. അപ്പോഴും എല്ലാ വർഷവും ഈ വള്ളംകളിക്ക് വള്ളംകളിയുടെ ലക്ഷ്യമായി പോകുന്നത് കച്ചവടത്തിന്. അല്ല, ഞാൻ ചോദിക്കുന്നത് ആ സമയത്തും തുഴയാൻ പോകും. ഇതെനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ആണല്ലോ ഈ തുഴച്ചില്. അതെ അതെ. അന്നൊക്കെ ഏതൊക്കെ വള്ളങ്ങളിലാണ് പ്രധാനമായിട്ട് അന്ന് തുഴഞ്ഞിരുന്നത്? അന്ന് പിന്നെ ഹനുമാൻ വള്ളത്തെ തുഴഞ്ഞിട്ടുണ്ട്. ഹനുമാൻ വൈക്കത്തുകാരൻ ഹനുമാൻ. പിന്നെ അവരുടെ തന്നെ മാടാറക്കൻ വള്ളം ഉണ്ടായിരുന്നു. മിന്നൽത്തങ്കം വള്ളം ചെറുതായിരുന്നു. മിന്നൽത്തങ്കം. പിന്നെ പടക്കൂരുടെ ചെറിയ വള്ളത്തെ തുഴഞ്ഞിട്ടുണ്ട്. പിന്നെ ജയശ്രീ എന്ന് പറഞ്ഞ ചുള്ളംവള്ളത്തെ തുഴഞ്ഞിട്ടുണ്ട്. പിന്നെ കാമിച്ചേരി, കാട്ടിത്തക്കേത്, അങ്ങനെ ഒരുപാട് വള്ളങ്ങൾ. തുരുത്തിത്തറ, തുരുത്തിക്കാടൻ, ചക്കാലപ്പടവൻ, ഇങ്ങനെ വള്ളങ്ങളെല്ലാം, ഈ ചെറുവള്ളങ്ങളെല്ലാം മത്സരിക്കാൻ വേണ്ടി അത് കയറുക. എത്ര വള്ളംകളി ഉണ്ടാവും ഈ പ്രദേശത്ത്? അന്നേക്കാലത്ത് ഒരു 12 കൊമരം ചതയംകളി, നട്ടാശ്ശേരി വള്ളംകളി, കോട്ടയംകളി, കോടുമതക്കളി, പിന്നെ നീലട്ടുവങ്ങളിലേക്ക് ഉണ്ട്. പക്ഷെ അന്ന് അങ്ങോട്ട് ഞങ്ങളാരും പോവുകയില്ല. ഈ കോട്ടയത്ത് തന്നെ 4-5-6 വള്ളംകളി ഉണ്ടായിരുന്നു. പമ്പ നമ്മുടെ വള്ളംകളി അല്ലത്, അത് പള്ളിയോടങ്ങൾ മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. പിന്നെ പുളിങ്കുന്ന് വള്ളംകളി ഉണ്ട്. പുളിങ്കുന്ന് വള്ളംകളി തുടക്കത്തിൽ ഞാനുള്ള, അത് രാജീവ് ഗാന്ധി വന്നതിൻ്റെ ഓർമ്മയ്ക്ക് വന്നു. ഒരു വെള്ളപ്പൊക്കത്തിന് രാജീവ് ഗാന്ധി വന്ന് അന്ന് ആ വള്ളംകളിക്ക് ഒരു അപകടം ഉണ്ടാകുന്നത്. എന്തായിരുന്നു അത്? പടക്കൂരവെള്ളമായിരുന്നു എൻ്റെ മെയിൻ വള്ളം. ഈ പടക്കൂരവെള്ളം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം വള്ളത്തിൻ്റെ അതിൻ്റെ ഉടമയെ ആർക്കും അറിയാൻ പാടില്ല. അതിന് എന്നെ പരിപൂർണ്ണ അധികാരം ഏൽപ്പിച്ച വള്ളമായിരുന്നു. അത് വലിയ കഥയാണ് വള്ളം. പടക്കൂരവെള്ളത്തിൽ കൂടിയാണ് എൻ്റെ ചരിത്രം മുഴുവൻ. പുളിങ്കുന്ന വള്ളങ്ങളിൽ പടക്കൂരവെള്ളവും മിന്നൽത്തങ്കവും കൂടെ മത്സരിക്കുക. അതായത് ആറ്റിലൂടെയാണോ? കാര്യം പുളിങ്കുന്ന ആറ്, പമ്പയാറിൻ്റെ ഒരു കൈവഴിയാണ്. അപ്പം കിഴക്കുന്ന ഫിനീഷ് മത്സരിക്കുമ്പോൾ 5:30 മണിയാകുമ്പോൾ ഫിനീഷ് വള്ളംകളി മത്സരം അവസാനിക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക്, അമരത്ത് നിൽക്കുന്ന ആൾക്കാരുടെ കണ്ണിലേക്ക് സൂര്യൻ വരും. ഇത് നേരത്തെ ഞാൻ ഈ വള്ളത്തെ ഈ റൈഡ് നോക്കാൻ പോയപ്പോൾ ഈ വള്ളംകളി നടത്തിയപ്പോൾ അന്നത്തെ ഐക്യ മാത്യു എന്ന് പറഞ്ഞ ആളും പുഷ്പനും ജോസും അവിടുത്തെ ഒരു ജോസും എന്ന ആളും ഇവരെല്ലാം കൂടെ ഫോട്ടോ വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മത്താച്ച ഈ ഇത് അപകടം ഉണ്ടാവും, ഫിനിഷിംഗ് പോയിന്റ് കുറ്റിയായും. ഫിനിഷിംഗ് പോയിന്റ് ആദ്യത്തെ വള്ളങ്ങളിലല്ലോ, വർഷങ്ങളായിട്ട് നടക്കത്തില്ലേ? ആദ്യത്തെ തുടങ്ങുക പുളിങ്കുന്ന് രാജീവ് ഗാന്ധി മുമ്പ് തുടങ്ങുന്ന വർഷം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അപകടം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് ഫിനിഷിലെ കുറ്റി ശ്രദ്ധിക്കണമെന്ന്. അപ്പം ഞാനൊന്ന് ഇവരെ ഒന്നും ഇത്ര ഉയർന്നിട്ടില്ല വള്ളംകളി. എന്നിട്ടും അവിടെ ഇത് ഞാൻ കണക്കൂട്ടി பார்த்து മത്താച്ചൻ എന്നോട് വലിയ താല്പര്യമായിരുന്നു. ഐക്യമാത്രം പറഞ്ഞാൽ വള്ളംകളിയുടെ ഒരു ഭീഷ്മാചാര്യമായിരുന്നു എന്ന് പറഞ്ഞു. വള്ളംകളി അന്ന് ഞാനും ഈ മിന്നൽത്തങ്ങളും ഫൈനൽ മത്സരിക്കേണ്ടത്. 2 വള്ളം മാത്രമായിട്ട് മത്സരം വരും? ഫൈനൽ മത്സരം 2 വള്ളമേ ഉള്ളൂ. അങ്ങനെയാണോ? അങ്ങനെ ഉണ്ട്. അന്ന് അവിടെ 2 വള്ളം, സാധാരണ 4 വള്ളം അല്ലേ? 3 വള്ളം അവിടെയൊക്കെ 3 വള്ളം, നെഹ്റു 4 വള്ളം. അപ്പോൾ ഈ ഫൈനൽ മത്സര സമയത്ത് ഈ ഫിനിഷിംഗ് പോയിന്റ് എടുക്കുമ്പോൾ ഈ ഫിനിഷ് എടുക്കുമ്പോൾ 30 വള്ളമെങ്കിൽ അമരക്കാർ പിന്നെ ട്രാക്ക് നോക്കുകയില്ല, പിന്നെ എങ്ങനെയും ജയിപ്പിക്കാണ് നോക്കുക. ആ സമയത്ത് കുറ്റിക്ക് പോയി ഈ തലക്ക് മറ്റേ മിന്നൽത്തങ്കത്തിന്റെ ഞങ്ങൾ ജയിക്കുന്നു, മിന്നൽത്തങ്കം വന്ന് തോറ്റ് കുറ്റി അടിക്കുക. ഈ തലക്കെ തുഴയുന്ന തെറിച്ച് വെള്ളത്തിൽ പോവുക, വെള്ളത്തിൽ പോയിട്ട് വെള്ളത്തിൽ താന്നു പോയി ആള് മരിക്കുക. അപ്പൊ ഞങ്ങൾ ജയിച്ച ആഹ്ലാദത്തിൽ ഞങ്ങൾ നിൽക്കുക. പക്ഷെ ഈ മറ്റേ വെള്ളം കരക്കെടുത്തപ്പോൾ ഒരാൾ പുറകോട്ട് തപ്പിയപ്പം ആള് മരിക്കുക. അങ്ങനെയുള്ള അപകടങ്ങൾ ഇതിനകത്ത് ഉണ്ടാവാറുണ്ടല്ലേ? വള്ളംകളിക്ക് അങ്ങനെ ഈ ഒരു അപകടം വള്ളംകളിക്ക് അങ്ങനെ അപകടം കിട്ടി തീരെ ചുരുക്കോ. ഇങ്ങനെ ഒരു അപകടം യാദൃശ്ചികമായിട്ടൊരു അപകടം ഉണ്ടായതാണ്. പിന്നെ അപകടം മറ്റേ ഈ വെള്ളൂരുള്ള അപകടമുണ്ട്. വെള്ളൂർ എന്തായിരുന്നു അപകടം? വെള്ളൂര് ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ അവിടെ ഒരു വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി പറവന്തോട് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തുള്ള ആ പാലത്തേലാണ് വള്ളംകളി കാണാൻ ആൾക്കാർ മാറ്റുവഴിയാറില്ല. അപ്പൊ ഞങ്ങൾ താഴെ മത്സരിക്കുക. ഈ പാലത്തിന്റെ തൊട്ട് താഴെയാണോ വള്ളംകളി? താഴെ മത്സരിച്ച് പാലത്തിന് ഒരു ഫിനിഷാ. പക്ഷേ എന്തോ ഈ ഭാരതത്തിൻ്റെ അവിടെ ഫിനിഷ് വെച്ചത് എന്തോ കമ്മിറ്റികൾ എന്തോ കാരണം നമുക്കറിയാൻ പാടില്ല. ഞങ്ങൾ മത്സരിക്കാൻ വന്നു. പക്ഷേ ഫിനിഷിംഗ് പോയിന്റ് ഞങ്ങൾ കേൾക്കുമ്പോൾ ട്രെയിൻ വേണാട് വരുന്നു അനൗൺസ് ചെയ്തെന്ന് കേൾക്കാം. ആൾക്കാർ ട്രെയിൻ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. അതായത് ഫൈനൽ ഞങ്ങളുടെ ഫൈനൽ നടക്കുമ്പോൾ ആൾക്കാർ മുന്നേ ഫൈനൽ കാണാൻ വേണ്ടി പാലത്തെ കയറിയപ്പോൾ റെയിൽവേ പാളത്തിന്റെ ഈ സൈഡിൽ നിൽക്കാനുള്ള ഗാലറി ഉണ്ടല്ലോ, ആ ഗാലറിക്ക് അകത്തും തിങ്ങിപ്പോയി ആള്. ട്രെയിൻ ഇടിച്ച് തെറിപ്പിക്കുക. 13 പേര് അന്നേരം പോവാ.
നിങ്ങൾ ഇപ്പോൾ ഈ തുഴയുമ്പോൾ ഇത് കാണുന്നുണ്ടോ? ഞങ്ങൾ കണ്ട് ഒരു സ്ത്രീ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു സ്ത്രീ ഒരു റോസ് കളർ സാരി വീഴുന്നത് പിടിക്കാൻ വേണ്ടി ഞാൻ കൈവത്തപ്പം താന്നു പോകും. കാരണം നല്ല ഒഴുക്കാം, ഭയങ്കര ഒഴുക്കാം. ഈ കോഴി കശാപ്പ് ചെയ്ത സ്ഥലത്ത് രക്തത്തിൻ്റെ മണമായിരുന്നു ആ സമയത്ത്. ഒരു ഭയങ്കര, പിന്നെ ഒരക്ഷരം മിണ്ടാൻ അവിടെ പറ്റിയിട്ട് പിന്നെ ആ മത്സരം അതോട് തീരുമായിരുന്നു. അതാണ് ഈ വെള്ളൂർ വള്ളംകളിയാണ് ഏറ്റവും അപകടം പിടിച്ച ദുഃഖകരമായ ഒരു വള്ളംകളി ഉണ്ടായിരിക്കുന്നത്. ശരി. അതാ ഈ 5-6 വർഷം ഈ വള്ളത്തേൽ കച്ചവടമായിട്ട് പോയെന്ന് പറഞ്ഞല്ലോ, അതിനുശേഷം പിന്നെ എന്തായിരുന്നു പരിപാടി? ഈ പടക്കോര വള്ളത്തിൻ്റെ ഉടമയുടെ കറവിലായിരുന്നു ഞാൻ. അവരുടെ വള്ളത്തിന്റെ പിന്നെ തുടർന്ന് വള്ളംകളിയുടെ ലോകത്തേക്ക് തന്നെ വള്ളംകളി ലോകത്ത് പടക്കോര വള്ളത്തിന്റെ ഉടമയുടെ കമ്പനിയിലായിരുന്നു എനിക്ക് ജോലി. വള്ളംകളിയാണ് എനിക്ക് മെയിൻ ചുമതല. ചുമതല അതാണ്. പക്ഷെ പുള്ളി കമ്പനിയിൽ എനിക്കൊരു ജോലി കൊടുത്തു സൂപ്പർവൈസറായിട്ട്. അത് ഒരു പേരിനുള്ള ജോലിയേ ഉള്ളൂ. ചുമ്മാ ജോലി. വല്യപ്പന്റെ ആളാ ഞാൻ. ഈ വള്ളത്തിൽ ഇവരുടെ എല്ലാ ഉടമയുടെ ആളാ ഞാൻ. അപ്പൊ ഈ മക്കൾക്ക് വരെ എന്നെ ഭയവാ, അത്രയ്ക്കും എന്നെ സ്നേഹവും ഭയവോ. വലിയ അപ്പന്റെ ആളല്ലേ. അപ്പൊ ഒരു ദിവസം വണ്ടിയിൽ കയറി ഞാൻ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത്. എന്ത് വണ്ടി? കമ്പനി ഐസ് വണ്ടി, തെമ്മിൻ കമ്പനി എക്സ്പോർട്ട് വണ്ടിയാണ്. എക്സ്പോർട്ട് കമ്പനിയാണ്, ജോർജ് മിജോ എന്ന് പറഞ്ഞ കമ്പനി അവരുടെ. അപ്പോൾ ഈ കമ്പനി വണ്ടി വന്ന് ഒരാൾ ഡ്രൈവർ കൊണ്ട് വണ്ടി ഇട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത്, ഗിയർ കിടന്ന വണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്ത്. ഒരു തെങ്ങിനിട്ട് പോയി ഇടിച്ചപ്പം ഈ തെങ്ങേന്ന് കരിക്ക് കുറേ വീണുപോയി. വണ്ടിയുടെ ബോണറ്റും ബമ്പറും ഒക്കെ തിളങ്ങിപ്പോയി, റേഡിയേറ്ററൊക്കെ തിളങ്ങിപ്പോയി. അപ്പം വല്യപ്പൻ്റെ അടുത്ത് നിന്ന് നടത്തിപ്പാരും പോയി പറഞ്ഞു കൊടുത്ത് കോട്ടയം പോയി വണ്ടി ഇടിപ്പിച്ചിട്ട് എത്ര ഇളനീര് പോയി നോക്കാൻ പറഞ്ഞു. ഇളനീര് എത്ര പോയെന്ന്? 7 ഇളനീര് പോയെന്ന്. 7 ഇളനീരിന്റെ പൈസ അടുത്ത ആഴ്ച ശമ്പളത്തിൽ പിടിക്കുമെന്ന് പറഞ്ഞു. വണ്ടിക്ക് ഒരു 10-15,000 രൂപ ആക്കാലത്ത് പണി അയക്കാം. പക്ഷേ പുള്ളിക്ക് വണ്ടിയല്ല, ഇളനീര് പോയതിന്റെ പൈസ പിടിക്കാൻ പറഞ്ഞു. പിടിക്കാൻ പോയിട്ട് പറഞ്ഞു, പിറ്റേ ദിവസം രാവിലെ എന്നോട് പറഞ്ഞു, 9 മണി ആയപ്പം ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ചോദിച്ചു ഓടികളി അത് തന്നെ അല്ല, വണ്ടി ഓടിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഓടികളി തന്നെ അല്ലല്ലോ, വണ്ടി ഓടിക്കാൻ താല്പര്യം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. 200 രൂപയാ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിന്. ശ്രീകൃഷ്ണ ഡ്രൈവിംഗ് സ്കൂള് പള്ളൂരത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നെ ആക്കി. അങ്ങനെ അവിടെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് അവിടെ കൊച്ചിന്നാണ് 978 ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് കൊച്ചിന്നാണ്. ശരി. ഈ വള്ളംകളി നടക്കുന്ന സമയത്ത്, വള്ളംകളി സീസണിൽ ഈ ടീമുകൾക്ക്, തുഴച്ചിലുകാർക്ക് ഒരു പരിശീലനം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അത് എത്ര നാൾ മുമ്പ് പരിശീലനം തുടങ്ങും? ഇപ്പം ഒരു 20-30 ദിവസമൊക്കെ ഇപ്പോൾ പരിശീലനം നടത്തുന്നുണ്ട്. നേരത്തെ ഒരു നാട്ടിൽ വള്ളം എടുത്ത് നാട്ടുകാർ തന്നെ പിരിവെടുത്തുള്ള കളിയായിരുന്നു. ഇപ്പം അത് പോയിട്ട് ഇപ്പം ഈ സ്പോൺസർ കണ്ടെത്തി ഈ വള്ളത്തിലെ ഉടമയോടും പൈസ വാങ്ങിച്ച് പരിശീലനം എത്ര കൂടുതൽ കിട്ടുന്നോ അവർ ജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. മുമ്പ് പരിശീലനം വേണ്ടായിരുന്നു, എല്ലാവരും പരിശീലനക്കാരായിരുന്നു. എല്ലാവരും തുഴയുന്നവരായിരുന്നു. ഇപ്പോൾ എല്ലാവരും വള്ളത്തിൽ മിഷനായി പോയി. അപ്പൊ ആരും തുഴയാറില്ല. തുഴയാറില്ല. എല്ലാവരും വണ്ടി ബൈക്കുണ്ട്, കാറുണ്ട്. ഇപ്പം അതുകൊണ്ട് വള്ളംകളി തുടക്കുന്നതിന് ഒരു 30 ദിവസം മുമ്പ് പരിശീലനം കൊള്ളുള്ള ടീം ജയിക്കുന്നു. അപ്പൊ പരിശീലനം എന്തൊക്കെയാണ്? ഈ പരിശീലനത്തിൽ തുഴച്ചിൽ മാത്രമേ ഉള്ളൂ. അതിപ്പം സായിക്കാർ പിള്ളേരാണ് ഇപ്പൊ കൂടുതൽ മത്സരരംഗത്തേക്ക് വരുന്നത്. സായി എന്നുള്ളവർ വരുന്നവരെ ഇപ്പൊ ആ ടീമായി ഇപ്പം മുൻപന്തി വരുന്നത്. അല്ല, നാട്ടുകാരില്ല, തുഴയാനില്ല. ഇന്ത്യക്കാരും ഇപ്പം മത്സരരംഗത്ത്. അതായത് ആലപ്പുഴയിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ള അവിടെ പരിശീലിക്കുന്ന ചെറുപ്പക്കാരാണ് വള്ളങ്ങളിൽ തുഴയാൻ വരുന്നത്. ഇപ്പൊ അത് അതിനകത്ത് ഒരുപാട് ചൂഷണം നടന്നുകൊണ്ടിരിക്കുക. ചൂഷണം എന്ന് പറഞ്ഞാൽ ഈ സായിയുടെ പരിശീലകരായ ആൾക്കാർ ക്യാൻവാസ് ചെയ്തിട്ട് അവർക്ക് കുറെ ടീം ഉണ്ടാക്കിയിട്ട് അവർ കളിക്കുന്ന ഒരു അവസരയ്ക്ക് വന്നിട്ട് സായിന്ന് പരിശീലനം കഴിഞ്ഞ ആൾക്കാര്, അവിടെ പഠിപ്പിച്ച ആൾക്കാർ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവര് ഇവരെ സ്വാധീനിച്ച് അവർ ടീം ഉണ്ടാക്കുക. ടീം ഉണ്ടാക്കി കളിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ നെഹ്റു ട്രോഫിയിലൊക്കെ കാണുന്ന വള്ളങ്ങള് ആ ഓരോ കരയുടെ പേരേ ഉള്ളൂ. തുഴച്ചിലുകാർ മിക്കവാറും ഈ സായി എന്നൊക്കെ വരുന്നത്. സത്യത്തിൽ ടീമിന്റെ പേര് ഇടാൻ പാടില്ല. ഈ ഇപ്പം ഓരോ ടീമിന്റെ പേര്, ഇപ്പം കരയുടെ പേര്, ഇപ്പം എന്റെ ഉദാഹരണം എന്റെ കുമ്മന എന്ന് പറയുന്ന കരയെന്ന് പേരിട്ട് വള്ളം കളിക്കാൻ പറ്റുകയില്ല. കാരണം കുമ്മനക്കാരില്ല, ആരുമില്ല. ഞാനിപ്പോ ഉദാഹരണം പറഞ്ഞതാ. എന്ന് പറഞ്ഞാൽ ഓരോ ക്ലബ് അധികം പേർക്ക് അറിയില്ല, ഇത് അറിയാൻ പാടില്ല. ഇപ്പൊ ആ കരയിലെ ആൾക്കാരുണ്ട്, ഈ വള്ളക്കാരോടും പൈസ മേടിച്ചു, ക്യാപ്റ്റനോടും പൈസ മേടിച്ചു. ഈ ഒരു ക്ലബിന്റെ പേരിടാൻ സത്യത്തിൽ അർഹതയില്ല. ആ ക്ലബിൽ ഒരു ക്ലബില് പോലും 10 പേര് പോലും തുഴച്ചിക്കാരാണ്. നാട്ടിന്റെ പേര് പറയുന്ന നാട്ടുകാരില്ല. വള്ളങ്ങൾ വന്നു. ഈ ഇവർക്ക് ഉള്ള ഭക്ഷണമൊക്കെ എങ്ങനെയാ? ഭക്ഷണമൊക്കെ നമ്മൾ ക്യാമ്പായിട്ടാണ് ഇപ്പം കളിക്കുന്നത്. അവിടെ ക്യാമ്പ് ഉണ്ടാക്കി ഇപ്പോൾ ഈ 30 ദിവസത്തേക്ക് എഗ്രിമെന്റ് വെച്ച്, തുഴച്ചിക്കാരുടെ എഗ്രിമെന്റ് വെച്ച് ക്യാമ്പിൽ അവർ താമസിപ്പിച്ച് കളിക്കുക. ഈ ചുണ്ടൻവള്ളമാണെങ്കിൽ എത്ര പേരുണ്ടാവും തുഴച്ചിലുകാർ? 95 തുടക്കാരും 7-9 നിലയാളും 5 പങ്കായക്കാരും പിന്നെ അതിൻ്റെ ബാക്കി സംഘാടകരും ആയിട്ട് ഒരു 150 പേര് ഏറ്റവും കുറഞ്ഞ് വരും. അത്രയും പേരുണ്ട്. അപ്പോൾ ഈ വള്ളത്തെ തന്നെ എത്ര പേരുണ്ടാവും? വള്ളത്തെ 95 തുഴക്കാരുടെ ജോലി തുഴയിൽ മാത്രം. പിന്നെയുള്ളവരെ നിലയാൾ 9 നിലയാൾ കാണും. ഈ നിലയാൾ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നിലയാൾ എന്ന് പറഞ്ഞാൽ അവരെ അതിന്റെ താളം കൊടുക്കുന്ന ലീഡിങ് ഒരാളുണ്ട്, ലീഡിങ് ക്യാപ്റ്റൻ. അതിന്റെ കൂടെ മറ്റുള്ള ആൾക്കാർ പ്രോത്സാഹനം കൊടുക്കുന്ന ആൾക്കാർ, തുഴച്ചിക്കാരെ പ്രോത്സാഹിപ്പിക്കുക. അവര് വടികളാന്നുള്ള ആവശ്യം കൊടുക്കുന്നത്. മുട്ടുന്ന ഇടിയൻ, അവർ 2 പേരുണ്ട്.
അവർ ഒലക്ക പോലത്തെ കൊണ്ട് അതിന് യാതൊരു താളം വീഴുന്നത്, ആ ഇടി അനുസരിച്ച് തുഴ വീഴുന്നത്. അതാണ് ലീഡിംഗ് ക്യാപ്റ്റന്റെ താളം അനുസരിച്ച് ഇടിക്കുന്നത്. ലീഡിംഗ് ക്യാപ്റ്റൻ എങ്ങനെയാണ് ഈ താളം കൊടുക്കുന്നത്? ലീഡിംഗ് ക്യാപ്റ്റൻ ഇപ്പം എന്താ ലീഡിംഗ് ക്യാപ്റ്റന്റെ ഊത്തല ഈ പഴയകാലത്ത് അയ്യപ്പോ സ്വാമിയെന്നോ അല്ലെങ്കിൽ അയ്യോ പോയെന്നോ അല്ലെങ്കിൽ വലിയടാന്നോ ഒക്കെ താളമായിരുന്നു. ഞങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് അങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ചരങ്കയായിരുന്നു. ഇപ്പം ഈ ലീഡിംഗ് ക്യാപ്റ്റൻ ഊത്തുകൊണ്ട് കൊടുത്തിരിക്കുക. എന്താ സാധനം അത്? അത് ഒരു ട്രംപറ്റ് എന്ന് പറഞ്ഞ സാധനം, ട്രംപറ്റ് കൊണ്ട് ഊതുക. ആ ട്രംപറ്റ് ഊതുന്ന ഒരേ സിഗ്നലാ, ആ സിഗ്നൽ കൊടുത്തോണ്ടും പിസിലും. ഇതാണ് ഇപ്പോഴത്തെ താളം. പഴയകാലത്ത് താളം മഞ്ചിപ്പാട്ടുണ്ടായിരുന്നതൊക്കെ പാട്ടം ഉണ്ടായിരുന്നതൊക്കെ നിർത്തിയിട്ട് ഇപ്പൊ താളം പിസിലും ഈ ട്രംപറ്റിലും ആ താളം വന്നിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഇടിയനുസരിച്ച് വള്ളം കൂടെ പിടിക്കുന്നതനുസരിച്ച് ഈ ഇടി എണ്ണം കൂടും. അപ്പൊ ഈ കൈകൊണ്ട് ഞൊടിക്കുന്ന മുമ്പ് കോറത്ത് വേരുമാണെന്ന് പറഞ്ഞു, കൈകൊണ്ട് ഞൊടിക്കുന്ന താളം, ആ ഞൊടി കൊണ്ട് തുഴ വീഴണം. ഈ അദ്ദേഹം ഇങ്ങനെ കൈകൊണ്ട് ഞൊടിക്കുമ്പോൾ ആ ഞൊടിക്ക് താളം തുഴ വീഴുക. അതായത് ഇതിന്റെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം ഇവരാ തീരുമാനിക്കുന്നത്. ഈ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ കാണിക്കുന്നു, അതാണ് അവരുടെ കയ്യിലെ പരിപാടി. അതനുസരിച്ച് ഇടി വീഴും, ഇടി വീഴുന്ന തുഴ വീഴും. ഇപ്പൊ എതിരാളി കൂടെ പിടിച്ചെങ്കിൽ ഇടിയുള്ള എണ്ണം കൂടും. അപ്പൊ ഈ 7 പേരെന്ന് പറയുന്നത് വള്ളത്തിന്റെ പല ഭാഗത്തായിട്ടാണ് അത് നീളത്തിൽ നിൽക്കുക, നടന്ന് നിൽക്കുക. ഓ, അങ്ങേറ്റം പോലെ ഇങ്ങേറ്റം വരെ. കാരണം അയാൾ എന്താ ചെയ്യുന്നത്? അവർ 7 പേരെന്താ ചെയ്യുന്നത്? അവർ ഇവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. പ്രോത്സാഹനം നാക്കുകൊണ്ട് പാട്ടും അവര് ഇവർക്ക് ഓരോരുത്തർ കുഴിഞ്ഞു വരെ ഓരോ ചെവി വരെ വരികയെന്നുള്ള പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. ഓ ശരി. അപ്പൊ ഒരു 8-10 പേർക്ക് ഒരാൾ വെച്ച് ഉണ്ടാവും ഇവര് അല്ലേ? ഉണ്ട്. 10 പേർക്ക് അതനുസരിച്ചാണ് നിർത്തുന്നത്. പിന്നെ ഈ തൊഴുത്തിക്കാരെ നമ്മള് ഈ നിരയാള് ശ്രദ്ധിക്കും, അവന്റെ തൊഴുത്തിൽ മോശമാണോ ഈ നിരയാളിൽ. അവരൊരു സൂപ്പർവൈസറുടെ ജോലിയാ. സൂപ്പർവൈസർ ജോലി അതാണ്. 7 സൂപ്പർവൈസർമാര്, 7 സൂപ്പർവൈസർ, 7-9 വരെ കയറും. 11 മൊത്തം 11 വരെ നിൽക്കാൻ നിയമമുണ്ട്. ഈ ഒരു വള്ളത്തേല് ചുണ്ടൻവള്ളത്തിലാണെങ്കിൽ എത്ര പേര് നിബന്ധനയുണ്ടോ? 95 പേര് തൊഴുത്തിക്കാർ, 92 പേര്, 9 നിരയാള്, 5 പങ്കായക്കാർ. ഇതാണ് അതിന്റെ കണക്ക്. പങ്കായക്കാരുടെ ജോലി എന്താ? പങ്കായക്കാർ 5 പേര്, അവരാ നിയന്ത്രിക്കുന്നത്, വള്ളം നിയന്ത്രിക്കുന്നത്. അതിന്റെ ഡയറക്ഷൻ വിടുന്നത്, ആ വള്ളം നേരെ പോകുന്നതും അവരുടെ ഈ വള്ളത്തിന് എല്ലാ കൺട്രോൾ മൊത്തം കിടക്കുന്നത്. അത് വള്ളത്തിന് നീള വ്യത്യാസമുണ്ടോ? ഈ വള്ളത്തിന് പഴയകാലത്ത്, ഇപ്പം എല്ലാ വള്ളവും നീളങ്ങൾ ഒരുപോലെ പണിയുന്നത്. പഴയകാലത്ത് ചെറുതും വലുതായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ വള്ളംകളി അസോസിയേഷൻ എല്ലാം കൂടി തീരുമാനിച്ചു 75 ചെറുവള്ളത്തിൽ മത്സരിക്കാൻ പറ്റുമല്ലോ. 75, 95 കൂടുതൽ, 75 കുറയാനും പാടില്ല, 95 കൂടാനും പാടില്ല. അപ്പോൾ ഒരു വള്ളം പണിത് 110 പേര് വരുന്ന വള്ളം പണിതുണ്ടാക്കി. അത് മുറിക്കേണ്ടി വന്നു. ശരി. പട്ടാറ് നമ്മൾ വള്ളം പട്ടാറ് ജോസേട്ടൻ പണിതായിരുന്നു. അത് വേഷം മുറിച്ച് അത് വിറ്റ് പുള്ളി അദ്ദേഹം വിറ്റ്. ഇവർക്ക് ഈ പരിശീലനം, ഈ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് സ്പെഷ്യൽ ഭക്ഷണം വല്ലതും ഉണ്ടോ? ഉണ്ട്, സ്പെഷ്യൽ ഭക്ഷണമുണ്ട്. അതെന്താ? ഇപ്പം പ്രോട്ടീൻ ഭക്ഷണമാണ് കൂടുതൽ കൊടുക്കുന്നത്. പഴയകാലത്ത് പൊറോട്ട, ഇറച്ചിയും ചോറും ഇതൊക്കെ ആയിരുന്നു, ബീഫും ഒക്കെ ആയിരുന്നു കൂടുതൽ. ഇപ്പം പ്രോട്ടീൻ, ഇപ്പം ഓരോരുത്തർ സംവിധാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും, കോച്ചിങ് മാറി. പ്രോട്ടീൻ പൗഡറൊക്കെ ഒരുപാട് പ്രോട്ടീനും ഉത്തേജനം വരെ ഉണ്ടെന്നാണ് ഇപ്പം തീർച്ചയായിട്ടും പറയുന്നത്. ഞങ്ങളൊക്കെ കളിച്ചാൽ സമയത്ത് ഉത്തേജനം എന്ന് പറഞ്ഞ് ഉത്തേജനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ കോവിലായിരുന്നു, അപ്പം കോവിറ്റ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആവേശത്തിൽ ഈ മത്സരിക്കാൻ ഇത്രയും ട്രെയിനിങ്, ഇത്രയും ഉത്തേജനം മരുന്ന് ഒക്കെ കൊടുത്ത് പരിശീലിപ്പിച്ച് മത്സരം വിജയിച്ചാൽ എന്താണ് ഒരു ടീമിന് കിട്ടുന്ന ഗുണം? പ്രശസ്തി മാത്രം, പൈസയൊന്നുമില്ല, വേറെ ഒന്നുമില്ല. ഇതിന്റെ ഒരു ദിവസത്തെ ചെലവിന്റെ പൈസ ബോണസ് കിട്ടുന്നില്ല. 1 കോടി രൂപയുടെ അടുത്ത് ഒരു ചുണ്ടൻവള്ളം മത്സരിക്കുമ്പോഴും ഒരു ചെറുവള്ളം മത്സരിക്കുന്ന 50 ലക്ഷം രൂപയുടെ അടുത്തും ചിലവ് വരുന്നുണ്ട്. ഒരു ചുണ്ടൻവള്ളം 1 കോടി രൂപയുടെ അടുത്ത് ഇപ്പം മത്സരത്തിന് ചിലവാകുന്നുണ്ട്. ഒരു സീസണിൽ ഒരു മത്സരത്തിന് നെഹ്റു ട്രോഫിയുടെ 15-20 ദിവസമോ അല്ലെങ്കിൽ 30 ദിവസമോ പരിശീലനം കഴിഞ്ഞ് അതിന്റെ കൂലിയും കൊടുത്ത് അവരുടെ ചിലവെല്ലാം കഴിഞ്ഞപ്പോൾ 1 കോടി രൂപയുടെ മുകളിൽ ചിലവ് വരെ വരുന്ന വള്ളങ്ങൾ. നെഹ്റു ട്രോഫിക്ക് മാത്രം. മറ്റു വള്ളംകളി ഉണ്ടെങ്കിൽ അതിനും ഇതുപോലെയൊക്കെ തന്നെ അതിനിപ്പോൾ അത്രയും ഇതൊന്നുമില്ല. നെഹ്റു ട്രോഫി ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. ഒരു ചുണ്ടൻവള്ളത്തിന് 1 കോടി രൂപയുടെ ചെലവുണ്ട് ഒരു നെഹ്റു ട്രോഫി പരിശീലനം കഴിഞ്ഞ് മത്സരിക്കുമ്പോൾ 1 കോടി രൂപയുടെ മുകളിൽ വരുന്നുണ്ട്. ഒന്നും കിട്ടുന്നില്ല. 6 ലക്ഷം രൂപ ബോണസ് കിട്ടും. അതുകൊണ്ടെന്താവാനല്ലേ വള്ളത്തിന്റെ വാടക കൊടുക്കാൻ പറ്റും. പിന്നെ ഈ പ്രശസ്തി, അതാണ് ഇതിനകത്ത് പ്രശസ്തി, വാശി. തോറ്റവർക്കപ്പം എന്ത് കിട്ടും? തോറ്റവർക്ക് 4 ലക്ഷം രൂപ കിട്ടും. പങ്കെടുക്കുന്നവർക്കെല്ലാം 4 ലക്ഷം കിട്ടും. 4-3 കിട്ടും, 3 ഒക്കെ കിട്ടും. ഈ മറ്റു വള്ളങ്ങളിലും ഇതുപോലെ തന്നെയാണോ? മറ്റു വള്ളങ്ങളിൽ ചുള്ളനൊക്കെ അതിന്റെ 25 പേര് 35 പേരെ ചുള്ളനുള്ളൂ. വെപ്പുവള്ളത്തിലും 35 പേര്, അതിന്റെ 1-ാം ഗ്രേഡിൽ 60 പേര്, ഇരുട്ടൂത്ത് വള്ളത്തിലും 1-ാം ഗ്രേഡ് 60, ചെറുവള്ളത്തിൽ 35 പേര്. അതാണ് ഇതിന്റെ കണക്ക്. ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താ? വള്ളങ്ങൾ നമ്മൾ LP സ്കൂള്
UP സ്കൂള്, ഹൈസ്കൂള്, കോളേജ് എന്ന് പറയുന്നത് നീളത്തിലാണോ? നീളത്തിലും വണ്ണത്തിലും വ്യത്യാസമുണ്ട്. പിന്നെ ഇതിന്റെ സ്പീഡിന് വ്യത്യാസം വരുമോ? സ്പീഡിന് വ്യത്യാസമുണ്ട്. അതിൽ ഏറ്റവും സ്പീഡ് കൂടുന്ന വടക്കനോടി വെള്ളം, ഇരുട്ടൂത്തി വള്ളങ്ങൾ, ഓടി വള്ളങ്ങൾ, അതാണ് ഏറ്റവും സ്പീഡ്. അത് പഴയ കാലത്ത് കള്ളപ്പുകല കൊണ്ടുവരാൻ വേണ്ടി കള്ളക്കടത്തിന് ഉപയോഗിച്ച വള്ളങ്ങളെന്നാണ് പറയുന്നത്. ഈ അത് അരയന്മാർക്കായിരുന്നു ആ വള്ളങ്ങൾ കൂടുതൽ ഉണ്ടായിരുന്നത്. അതായത് ചെമ്പിൽ അരയന്മാർക്ക് ഇഷ്ടം വള്ളങ്ങളുണ്ടായിരുന്നു. അത് തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ബോർഡർ ആണല്ലോ അവിടെ. അപ്പൊ ബോർഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കള്ളക്കടത്ത് നടത്താൻ സൗകര്യമാണ്. അതായത് പഴയ കാലത്ത് അങ്ങനെയെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈനികരും ഉപയോഗിച്ചിരുന്നു എന്ന് തോന്നുന്നു. സൈനികർ ഉപയോഗിച്ചിരുന്നത് വെപ്പുള്ള ചുണ്ടൻവള്ളങ്ങൾ സൈനികർ. ഈ രാജാവിന്റെ യുദ്ധകാലത്ത് ചുണ്ടൻവള്ളം ഉണ്ടാകുന്നത്. ചെമ്പശ്ശേരി രാജാവും കായംകുളം രാജാവും തങ്ങളിൽ ശത്രുത ഉണ്ടായിട്ട് ആശാരിയോട് വിളിച്ചൊരു വള്ളം പണിയാൻ പറഞ്ഞു. ഈ ചെമ്പശ്ശേരി രാജാവ്. അപ്പം അദ്ദേഹം ഒരു വള്ളത്തിന് മാതൃക ഉണ്ടാക്കി കൊടുത്തു. അത് ഇഷ്ടപ്പെട്ട് വേഗം പണിയാൻ പറഞ്ഞപ്പം കായംകുളം രാജാവിന് അതേ ഇങ്ങോട്ട് വള്ളം വേണം. അപ്പം കായംകുളം ഈ ആശാരി ബലമായിട്ട് പിടിച്ച് വള്ളം പണിയിച്ചു. അപ്പം യുദ്ധസമയമായപ്പം ഈ കായംകുളം ചെമ്പശ്ശേരിയുടെ അതേ മുകളിൽ വള്ളം കായംകുളത്തിന് കണ്ടപ്പം രാജാവ് ആശാരി പിടിച്ച് കെട്ടി കൊല്ലാൻ തീരുമാനിച്ചു. അപ്പൊ രാജാവ് പറഞ്ഞു യുദ്ധം കഴിഞ്ഞ് എന്നെ കൊല്ലാവുള്ളൂ. ആശാരി പറഞ്ഞു യുദ്ധം കഴിഞ്ഞ് എന്നെ കൊല്ലാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ യുദ്ധസമയത്ത് ഒരു വെടി വെട്ടുമ്പോൾ കായംകുളം സ്വന്തം രാജ്യത്തിനെ വളർന്ന് ഒരു വെടി വെട്ടുമ്പോൾ ഒരടി മുന്നോട്ട്, ഈ ബലമായിട്ട് കൊണ്ട് വളർത്തിരുന്ന ഒരു പീരങ്കി വെട്ടുമ്പോൾ ഒരടി പുറകോട്ട്. അങ്ങനെ ടെക്നോളജി ഉണ്ടാക്കി. അങ്ങനെ ടെക്നോളജി കണ്ടുപിടിച്ച് ഈ ആശാരികളുടെ ബുദ്ധിയിൽ കണ്ടുപിടിച്ച് കൊടുത്ത ഈ ബലമായിട്ട് പിടിച്ചുണ്ടാക്കി ഉള്ളതല്ലേ, രാജ്യത്തോളല്ലേ. അപ്പൊ രാജാവ് ഈ കരയോടായിട്ട് സ്ഥലവും ഭൂമിയും കൊടുത്ത് ഈ ആശാരിക്ക് രാജാവിന്റെ പേരുകൂടെ കൊടുത്തു. നാരായണൻ എന്നുള്ള പേര് മാറി ദേവനാരായണൻ, രാജാവിന്റെ പേര് കൂട്ടി ദേവനാരായണൻ എന്നുള്ള പേര് കൊടുത്തു കഴിഞ്ഞാൽ ഈ വള്ളവും കൊടുത്ത് ഈ വള്ളം കൊടുപ്പന എന്ന് പറയുന്ന വള്ളമായിട്ട് പുള്ളി ഈ കൊടുപ്പന ദേവനാരായണൻ എന്നായിരുന്നു ആചാര്യൻ്റെ പേര്. കൊടുപ്പനക്കാരുടെ ആദ്യത്തെ ഉണ്ടമ്പോൾ അതാണെന്നാ പറഞ്ഞത്. അത് പിന്നെ പള്ളിയോടക്കാർ കൊണ്ടുപോയി ഇപ്പം തിരിച്ചും നാട്ടിൽ വന്നിട്ടുണ്ട് വള്ളം. യുദ്ധത്തിന് ഈ പീരങ്കിയായിട്ട് ചുണ്ടൻവള്ളം പോകുമ്പം അതിന് വെപ്പുവള്ളങ്ങളായത് പാചകത്തിന് ഉണ്ടായിരുന്ന വള്ളങ്ങൾ വെപ്പുവള്ളങ്ങൾ. അതിനാണ് ഈ വെപ്പുവള്ളങ്ങൾ. അന്ന് സൈനികർ കൂടെ യാത്ര ചെയ്യുന്ന വള്ളങ്ങളാണ് ഇരുട്ടൂത്ത് വള്ളങ്ങൾ. ഈ പട്ടാളക്കാരെ മറ്റവരൊക്കെ സഞ്ചരിപ്പിക്കുന്ന യാത്രാ വള്ളമായിരുന്നു ചുരുളവള്ളങ്ങൾ. അതാണ് ഈ വള്ളങ്ങളുടെ വ്യത്യാസങ്ങൾ. ഒരു വള്ളംകളി പങ്കെടുക്കണമെങ്കിൽ കുറേയേറെ ചടങ്ങുകളുണ്ട്. ഒരുപാട് ചടങ്ങുകളുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്. 11 കോഴി കിട്ടുന്ന ഞാൻ കണ്ണൂർ കിട്ടുന്നുണ്ട്. അത് ഇവിടുത്തെ വള്ളംകളി നമ്മൾ തീവ്രത്ത് വള്ളംകളി. എന്നിട്ട് ഈ 11 കോഴിയെ കുരുത്തി കൊടുത്തിട്ട് ജയിച്ചു ആ ടീം. ജയിച്ചു വള്ളം ജയിച്ചു. സംഭവം വിജയമായല്ലോ. അത് പറയാം, വിശ്വാസമായി. ഇപ്പം ഞാൻ വരെ ഗോത്രം ചെയ്തിട്ടുണ്ട്. ഞാൻ തലക്കെ തപ്പി നോക്കിയപ്പോൾ ഇതിനകത്ത് മെഴുകി കിടക്കാം. മെഴുകി നോക്കിയപ്പോൾ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ചെമ്പ് തകിട്. അത്രയ്ക്കും കടുത്ത പ്രയോഗം എനിക്ക് എഴുതിക്കാം. പക്ഷേ ഞാൻ ജയിച്ചു. അപ്പൊ പ്രയോഗം ഏറ്റില്ലെന്നല്ലേ? വലിയ കൊടുത്ത അതിനെക്കാട്ടി വലുത് ഞാനല്ലേ. നിങ്ങൾ അതിനേക്കാൾ വലിയ കൊടുത്തക്കാരൻ. ഞാൻ ഈ വള്ളം ജയിച്ചോണ്ട് സമയത്ത് ഞാൻ കൊടുത്തക്കാരാണ് പ്രശസ്തി വന്നത്. ഇത്രയും വാശിയുള്ള ഈ വള്ളംകളിയില് വഴക്കുണ്ടാകാറില്ലേ? അടി, കുത്ത്, വെട്ട് ഇതൊക്കെ ഉണ്ടാകാറുണ്ടോ? ഇപ്പം നമ്മളൊരു 2 വള്ളം എതിർ വള്ളം പിടിച്ചു കഴിഞ്ഞാൽ പരസ്പരം മിണ്ടുകയില്ല. അതായത് പരിശീലനം നടക്കുന്ന സമയത്ത് പരിശീലനം നടക്കുമ്പോഴും മത്സരിക്കുന്ന സമയത്ത് ആ സ്റ്റാർട്ടിംഗ് വള്ളം റേസ് കോഴ്സ് വന്നു കഴിഞ്ഞാൽ പരസ്പരം മിണ്ടുകല കണ്ടാൽ വൈരാഗ്യമായിരുന്നു. സ്വന്തം വീട്ടിൽ ചേട്ടനും കൂടെ മിണ്ടുകലായിരുന്നു. ഈ മത്സരം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആഘോഷം ഉണ്ടല്ലോ. ഞങ്ങൾ വരുമ്പം ബാർബോക്കിൽ അവിടെ ബോട്ട് ഞങ്ങൾ വെള്ളം കൊണ്ട് വരുമ്പം കായൽ മുഴുവൻ തീയ. ഈ വാഴപ്പിണ്ടി വെട്ടിയിട്ട് അതേ മുഴുവൻ വിളക്കായിരുന്നു. ഈ തുഴച്ചില് കുറച്ച് കഴിയുമ്പോൾ കൈയൊക്കെ ഒരു കഴിക്കില്ല, ഒരു വിഷയമില്ല. സ്റ്റാമിന കൂടിക്കൊണ്ടിരിക്കും. അത് ഈ ആവേശം കൊണ്ടാണോ? ആവേശം കൊണ്ട്. ഈ കൊട്ടും പാട്ടും ഇതെല്ലാം കൂടെ വരുമ്പോൾ ആവേശം ആവേശം മടുക്കില്ല. ഇതൊരു ഹരമല്ലേ എന്നിട്ട്.